ഹായ്, എല്ലാവർക്കും എ ടു സെറ്റിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എല്ലാവരും സേഫായിട്ട് ഇരിക്കുന്നു വിചാരിക്കുന്നു. നമ്മൾ നോക്കാൻ പോകുന്നത് മിനിസ്ട്രി ഓഫ് റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് ബോർഡ് പുതിയ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഏകദേശം 7951 ഒഴിവുകളിലേക്ക് ഇപ്പോൾ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നുണ്ട്. ജൂനിയർ എഞ്ചിനീയർ എന്ന് പറയുന്ന പോസ്റ്റിലേക്കാണ് ഇപ്പോൾ ഇന്ത്യൻ റെയിൽവേ റിക്രൂട്ട്മെൻറ്റ് നടത്തുന്നത്. നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പം കേന്ദ്ര സർക്കാരിന് കീഴിൽ മിനിസ്ട്രി ഓഫ് റെയിൽവേക്ക് കീഴിൽ റെയിൽവേ ഡിപ്പാർട്ട്മെന്റിന് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന യുവാക്കൾക്ക് വേണ്ടി റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ് ഇപ്പോൾ പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ 30/7/2024 പ്രസിദ്ധീകരിച്ചു. 29/8/2024 വരെ അപേക്ഷിക്കാൻ കഴിയുന്ന ഇതിലേക്ക് മൊത്തം 7951 ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുള്ളത്. അത് നമ്മൾ നോക്കുകയാണെങ്കിൽ കെമിക്കൽ സൂപ്പർവൈസർ റിസർച്ച് ആൻഡ് മെറ്ററോളജിക്കൽ സൂപ്പർവൈസർ റിസർച്ച് വിഭാഗത്തിലേക്ക് 44,900 വരെ ശമ്പളം ലഭിക്കും. അതിലേക്ക് തന്നെ നിങ്ങൾക്ക് 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെയുള്ളവർക്കാണ് അപ്ലൈ ചെയ്യാൻ കഴിയുക. മൊത്തം 17 വേക്കൻസിയാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ജൂനിയർ എഞ്ചിനീയർ, അതുപോലെ തന്നെ ഡിപ്പോട്ട് മെറ്റീരിയൽ സൂപ്രണ്ടന്റ് ആൻഡ് കെമിക്കൽ വിഭാഗത്തിലേക്ക് 7,934 ഒഴിവുകളുണ്ട്. 35,400 വരെ ശമ്പളം ലഭിക്കുന്നതാണ്. 7,951 ഒഴിവുകളാണ് ടോട്ടൽ വന്നിരിക്കുന്ന ഒഴിവുകളായിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ളവർ ഓൺലൈനായിട്ട് നിങ്ങൾക്ക് ഇന്ത്യൻ റെയിൽവേയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് താഴെ കൊടുക്കുന്നുണ്ട്. അതുവഴി അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ അപ്ലൈ ചെയ്യാം. ഇതിലേക്ക് SC/ST OBCക്ക് ഏജുകൾ 18-36 എന്നുള്ളത് SC/STക്ക് 5 വയസ്സിൻ്റെയും OBCക്ക് 3 വയസ്സിൻ്റെയും ഏജ് ഇളവുകളും മറ്റു കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. ഏതെങ്കിലും നിങ്ങൾക്ക് ഡിപ്ലോമ ഉള്ള ആളുകൾക്ക്, മിനിമം ഡിഗ്രി ഡിപ്ലോമ ഉള്ള ആൾക്കൊക്കെ ഈ ഒരു റെയിൽവേയുടെ ജൂനിയർ എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ കഴിയും. അപ്പോൾ ഏതെല്ലാം ഡിസിപ്ലിൻ ആണ് എന്നൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കാം. അതുപോലെ നിങ്ങൾ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ജോലികളൊക്കെ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് മാക്സിമം ഷെയർ ചെയ്യാം. കൂടുതൽ ഈ നോട്ടിഫിക്കേഷനെ കുറിച്ച് പറയുന്നില്ല. അതിന് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ താഴെ ഇതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ചെക്ക് ചെയ്ത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.